السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله رب العالمين الواحد القهار الصمد الجبار الذي لا إله إلا هو الحي القيوم وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدًا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. صدق الله العلي العظيم. وقال سيدنا وحبيبنا محمد صلى الله عليه وسلم: من أحب لله ومن أبغض لله ومن أعطى لله ومن منع لله فقد استكمل الإيمان أو كما قال سيدنا محمدنا رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بارك نصيحتنا وانفع بها كلنا دنيا وأخرانا. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ പരിപാടി
ഉദ്ഘാടനം ചെയ്യുകയും പ്രാർത്ഥന ചെയ്യുകയും ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് അലിയാർ തങ്ങൾ അൽ ബുഖാരി മണ്ണാർക്കാട്, അതേപോലെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ജമാഅത്തിൻ്റെ അനിഷേധ്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജാദിൽ ഹസൈനാർ സാഹിബ്, അതേപോലെ നമ്മുടെ ഈ ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട എ ദുൽകിഫ്ലി സാഹിബ്, അതേപോലെ നമ്മുടെ ജമാഅത്തിൻ്റെ ട്രഷറർ AC ഷാഫി സാഹിബ്, അതേപോലെ നമ്മുടെ ഈ പരിപാടിയുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ അബ്ദുറഹ്മാൻ ഹാജി, അതേപോലെ നമ്മുടെ മദ്രസ മുഅല്ലിമും കൂടിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദ്, അതേപോലെ ജില്ലാ SKSSFൻ്റെ ഭാരവാഹി കൂടിയായ ബഹുമാനപ്പെട്ട ഷൗക്കത്ത് അലി മാസ്റ്റർ, അതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതായ ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളെ, മെമ്പർമാരെ, സ്വാഗത സംഘം കമ്മിറ്റിക്കാർ, അതേപോലെ ബഹുമാനപ്പെട്ട നാട്ടുകാർ, സഹോദരന്മാർ, പെങ്ങന്മാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമാക്കപ്പെട്ട ഈ ഒരു സമയത്തിൻ്റെ, ഈ ഒരു ദിവസത്തിൻ്റെ, ഈ ഒരു സ്ഥലത്തിൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദുദ്ദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ചു തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ, കുടുംബാദികൾ എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ മദ്രസയുടെ ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതപ്രഭാഷണ വേദിയിലാണ്, സദസ്സിലാണ് നാം ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസങ്ങളാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. ഒരു കാലഘട്ടത്തോളം നമ്മളൊക്കെ ആഗ്രഹിച്ച, അതിനുവേണ്ടി ഓടി നടന്ന, സ്വന്തം ജീവിതം പോലും മുടക്കി വെച്ചുകൊണ്ട്, സ്വന്തം കുടുംബത്തെ പോലും മാറ്റി വെച്ചുകൊണ്ട് ഈ മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക്, പുരോഗതിക്ക് വേണ്ടി, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചുകൊണ്ട്, അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ അൽഫ മറ ഇന്ന് നമ്മുടെ മുമ്പിൽ വളരെ വലുതായിക്കൊണ്ട് തന്നെ നമുക്ക് അഹങ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു മണിമാളികയായി തന്നെ നമ്മുടെ മുമ്പിൽ ഇന്ന് നൂറുൽ ഹുദാ മദ്രസ ഉയർന്നു നിൽക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം പേർക്ക് ദുആ ചെയ്യാനുണ്ട്. ഈ ഒരു വേളയിൽ മദ്രസ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് നാളെ ബഹുമാനപ്പെട്ട ഖാദി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ നമുക്ക് സ്മരിക്കാനായിട്ട്, അതിനു വേണ്ടി ഓർക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് ധാരാളം ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നുവരെ ഈ മദ്രസ ഇന്നിവിടെ ഇതുപോലെ കാണാൻ കാരണക്കാരായ പ്രവർത്തകന്മാർ, ഇന്ന് പണ്ട് തുടങ്ങി വെച്ചത് മുതൽ ഇന്നേ വരെ പ്രവർത്തിച്ച ആൾക്കാർ, അതിനുവേണ്ടി ഓടിച്ചാടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഈ കമ്മിറ്റിക്കാരും, ഈ കമ്മിറ്റി വന്നതിന് ശേഷം ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിവാക്കപ്പെട്ട് കഴിഞ്ഞു. ഓടിച്ചാടി നടന്നു, ധാരാളം സ്ഥലങ്ങളിലേക്ക് പിരിവിന് വേണ്ടി പോയി, മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു. റമളാൻ മാസത്തിൽ പോലും ആ ചൂടിൻ്റെ സമയത്ത് ദാഹം സഹിച്ചുകൊണ്ട് തന്നെ എത്രയോ ദൂരങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികൾ ഇവിടെ വെച്ചുകൊണ്ട് കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ നടത്തുകയുണ്ടായി. എന്തുകൊണ്ടും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ദുആ ചെയ്യാനുണ്ട്. ഇതിന് വേണ്ടി ടൈൽസ് നൽകിയ ആൾക്കാരുണ്ട്, അതേപോലെ ഫാനുകൾ, ബൾബുകൾ, അതേപോലെ മറ്റുള്ള ബെഞ്ച് ഡെസ്കുകൾ, നമ്മുടെ പള്ളിയുടെ മുമ്പിലിരിക്കുന്ന, നമ്മളൊക്കെ ഇപ്പോൾ ഈ നല്ല സുന്ദരമായ സ്ഥലത്താണ് ഇരിക്കുന്നത്, ഈ ഇന്റർലോക്ക് നൽകിയവർ, അതേപോലെ ഇനി നൽകുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ എത്രയോ ധാരാളം ആൾക്കാർ നമ്മുടെ പള്ളികളെയും മദ്രസകളെയും സഹായിച്ച ആൾക്കാരുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സൽക്കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മജ്‌ലിസിൻ്റെ ഒരു സദസ്സിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുമ്പായിക്കൊണ്ട് ഒരു ചെറിയൊരു പ്രഭാഷണം നടത്തണമെന്ന് ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടുന്ന അവസരമാണല്ലോ എന്ന് മാത്രം കരുതിക്കൊണ്ട് ഒരല്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമാകപ്പെട്ട റമളാൻ മാസം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. നല്ലൊരു പെരുന്നാൾ ദിനവും നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. അതുവരെ ആയിക്കൊണ്ട് ആ ഒരു മാസങ്ങളിലായിക്കൊണ്ട് നമ്മൾ ധാരാളം ക്ലാസ്സുകളും നസീഹത്തുകളും ഉപദേശങ്ങളും വഅലുകളും നമുക്ക് പള്ളികളിലും മദ്രസകളിലുമായിട്ട് നമ്മളൊക്കെ നടത്തുകയുണ്ടായി. ഇനിയും ഒരു വലിയൊരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. ഒരല്പം ചില കാര്യങ്ങൾ മാത്രം പൊതുവായി കാലിക പ്രസക്തമായി നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാളെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മുടെ ഖാദിയാണ്, സമസ്തയുടെ പ്രസിഡന്റാണ്. ബഹുമാനപ്പെട്ടവർ നമ്മുടെ
മദ്രസയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. എല്ലാവരും തന്നെ കൃത്യസമയത്ത് തന്നെ 5 മണി എന്ന് പറയുമ്പോൾ ആ സമയത്തേക്ക് തന്നെ എല്ലാവരും നമ്മുടെ പരിപാടിയിലേക്ക് വന്നുകൊണ്ട് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അതേപോലെ ബാക്കിയുള്ള ദിവസങ്ങൾ സ്വലാത്ത് മജ്ലിസ്, സ്വലാത്തിൻ്റെ വാർഷികം, അതിൻ്റെ മജ്ലിസുകൾ വരാനുണ്ട്. സ്വലാത്ത് ഇവിടെ സ്ഥാപിച്ചതായ ബഹുമാനപ്പെട്ട ഖാദർ ഉസ്താദാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത്. അതേപോലെ അവസാന ദിവസം പ്രശസ്തമായ ബഹുമാനപ്പെട്ട നമ്മളൊക്കെ ആത്മീയമായി ഗുരുവായി കാണുന്ന ബഹുമാനപ്പെട്ട വെന്മനാട് ഉസ്താദാണ് നമ്മൾക്ക് ഇവിടെ അവസാന ദിവസം കൂട്ടുപ്രാർത്ഥനയൊക്കെ നടത്താൻ വേണ്ടി വരുന്നത്. എന്തുകൊണ്ടും ബഹുമാനപ്പെട്ട മഹത്താക്കപ്പെട്ട സദസ്സ് കൂടിയാണ്. എല്ലാവരും തന്നെ എല്ലാ ദിവസവും സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ പരിപാടികളൊക്കെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ജമാഅത്തിന്റെ ഖത്തീബ് എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയേറെ പ്രശംസിക്കപ്പെടേണ്ട ധാരാളം ആൾക്കാർ നമ്മുടെ നാടിലുണ്ട്. ധാരാളം ആൾക്കാരുണ്ട്, പ്രവാസികളായ സുഹൃത്തുക്കൾ. അവിടെ ചോര നീരാക്കി പണിയെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് അവരുടെ വിഹിതത്തിൽ നിന്ന്, ശമ്പളത്തിൽ ഒരു വിഹിതം നമ്മുടെ നാട്ടിലേക്ക് അയച്ചു തന്നുകൊണ്ട് നമ്മുടെ പള്ളിയെ, മദ്രസകളെ ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയ ആൾക്കാർ, അവരൊക്കെ എന്തുകൊണ്ടും പ്രശംസ അർഹിക്കേണ്ട ആൾക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ധാരാളമായിട്ട് അർഹമായ രീതിയിലുള്ള പ്രതിഫലങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബന്ധങ്ങളുടെ ആത്മാർത്ഥത, ബന്ധങ്ങളിലെ ആത്മാർത്ഥത എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമകളും കടപ്പാടുകളും മനസ്സിലാക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്കിടയിൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമുക്കിടയിൽ ധാരാളം ബന്ധങ്ങളുണ്ട്. മാതാപിതാക്കളുമായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട്. അതേപോലെ ഭാര്യ ഭർത്തൃ ബന്ധമുണ്ട്, ഗുരു ശിഷ്യ ബന്ധമുണ്ട്. അങ്ങനെ ധാരാളം ബന്ധങ്ങൾ നമുക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മക്കൾക്ക് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, അതേപോലെ മാതാപിതാക്കൾക്കും മക്കളുമായിട്ടുള്ള ബന്ധം. എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ്. എല്ലാവരും വളരെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട വലിയൊരു മേഖലയാണ് ഈ ഒരു ബന്ധം എന്നുള്ളത്. തെറ്റിപ്പോയാൽ നേരെ നാശത്തിലേക്കായിരിക്കും ഇവകളൊക്കെ കടന്നു പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറഞ്ഞ ആയത്ത്, ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഖദാ റബ്ബുക, നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി പാടുകയുള്ളൂ, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഏകനായ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന പല കാര്യങ്ങളുമുണ്ട്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തന്ന പല വിഷയങ്ങളുമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, പഠിച്ചുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, അല്ലാഹുവിനക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതമെന്ന് അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ ബഹുമാനപ്പെട്ട തഫ്സീറിന്റെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞത്, അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നൊന്നാമതായിട്ട് അല്ലാഹു പറഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ട് അതിൻ്റെ തൊട്ടുപിറകെ അല്ലാഹു പറഞ്ഞത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കണം, മാതാപിതാക്കളോട് നന്മയിലൂടെ മാത്രമേ വർദ്ധിക്കാൻ പാടുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏകനായ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മയോടെ പ്രവർത്തിക്കണമെന്നാണ്, മാതാപിതാക്കളോട് നന്മയോടെ വർത്തിക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. അതിനുശേഷം അതിൻ്റെ തുടർച്ചയായി കൊണ്ട് അല്ലാഹു പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, വയസ്സന്മാരായ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അവരിൽപ്പെട്ട ഒരാളെയോ നിങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പറയുന്ന വാക്കാണ്, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ,
അല്ലാഹു പറയുകയാണ്, അവരോട് ചെയ്യുന്ന വർത്തമാനം പോലും പറയാൻ പാടില്ല, അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല, അവരോട് ക്ഷോഭിക്കാൻ പാടില്ല. അവരോട് നല്ല നിലയിലാണ് പ്രവർത്തിക്കേണ്ടത്, സ്നേഹത്തോടെയാണ് പ്രവർത്തിക്കേണ്ടത്. അവരോട് നല്ല നിലയിലുള്ള നല്ല റഹ്മത്തിന്റെ വാക്കുകളാണ് നമ്മൾ അവരോട് പറയേണ്ടത്. ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കാൻ പാടില്ല, ക്ഷോഭിച്ചുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കാൻ പാടില്ല. നല്ല സ്നേഹത്തിന്റെ വർത്തമാനങ്ങളാണ് നമ്മൾ അവരോട് പറയേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവരോട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നല്ല സ്നേഹത്തോടെയാകണം. വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ചെയ്യുന്ന വർത്തമാനം പോലും പറയാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട തഫ്സീറിന്റെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെയാണ് നിങ്ങൾ മാതാപിതാക്കളോട് പ്രവർത്തിക്കേണ്ടത് എന്ന് അല്ലാഹു പറയുകയാണ്. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് പറയുന്നു, റഹ്മത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവരുടെ മേലെ ഇങ്ങനെ ചൊരിഞ്ഞു വെക്കണം, തുറന്നു വെക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. അവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ, പഠനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രായമായ ഉമ്മയോ വാപ്പയോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവർ ദേഷ്യപ്പെടുന്ന രീതിയിൽ, അവരോട് ദേഷ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല, നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇത് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അങ്ങനെ എത്രയെത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാം. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിച്ചാലുണ്ടാകുന്ന അവസ്ഥകൾ, അവരെ വേദനിപ്പിച്ചാലുണ്ടാകുന്ന അവസ്ഥകൾ, എത്രയോ ചരിത്രങ്ങളിലൂടെ നമുക്കതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, താബിഈകളിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, കാസർഗോഡ് മാലിക് ദീനാറിൽ മറപ്പെട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ടവരല്ല, അവർ സ്വഹാബിയാണെന്നാണ് പറയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട താബിഈകളിൽ പ്രമുഖരായ ഒരു മാലിക് ഇബ്നു ദീനാറുണ്ട് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു പ്രാവശ്യം അല്ലാഹുവിൻ്റെ റസൂൽ മറപ്പെട്ട് കിടക്കുന്ന മദീനയിലേക്ക് പോവുകയാണ്, മക്കയിലേക്ക് പോവുകയാണ്. ഹജ്ജിന് വേണ്ടിയാണ് പോയത്. അവിടെ പോയിക്കൊണ്ട് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുകയാണ്. ധാരാളം ആൾക്കാർ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മത്വാഫിൽ ധാരാളം ആൾക്കാർ, ഒരു കല്ല് മുകളിൽ നിന്നിട്ടാൽ താഴേക്ക് എത്താത്ത രീതിയിലുള്ള ആൾക്കാരാണ് അവിടെ നിറഞ്ഞിരിക്കുന്നത്. ധാരാളം ആൾക്കാർ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ലക്ഷോപലക്ഷം ആൾക്കാർ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനോട് അൽഹംദുലില്ലാ പറയുകയാണ്. അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹജ്ജ് ചെയ്യുന്നത്, അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് പറയുകയാണ്, ഞാനിവിടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ലക്ഷോപലക്ഷം ആൾക്കാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരുടെ ഹജ്ജൊക്കെയാണ് സ്വീകരിച്ചത് എന്ന് ഈ പാവം മാലിക് ദീനാറിന് അറിയില്ലല്ലോ റബ്ബേ, എനിക്കതൊന്ന് അറിയിച്ചു തരണമല്ലോ. ആരുടെയൊക്കെയാണ് ഹജ്ജുകൾ സ്വീകരിക്കാത്തതെന്ന് എനിക്ക് പറഞ്ഞു തരണം റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ ദിവസം രാത്രി ബഹുമാനപ്പെട്ടവർ കിടന്നിറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരങ്ങനെ കിടന്നിറങ്ങുകയാണ്. ആ സമയത്ത് ഒരു അശരീരി ഇങ്ങനെ കേൾക്കുകയാണ്. മുകളിൽ നിന്നൊരു അശരീരി ഇങ്ങനെ കടന്നു വരികയാണ്. ഓ മാലിക് ഇബ്നു ദീനാറേ, എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ മതാഫിൽ ഒരുമിച്ച് കൂടിയതായ ലക്ഷോപലക്ഷം ആൾക്കാരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലാ ലി റജുലിൻ വാഹിദിൻ, ഒരു മനുഷ്യന്റെ ഹജ്ജ് മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ ഹജ്ജ് മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു അശരീരി ഇങ്ങനെ വന്നുകൊണ്ട് പറയുകയാണ്. ബഹുമാനപ്പെട്ടവർക്കാകെ ബേജാറായി. കാരണം ലക്ഷോപലക്ഷം ആൾക്കാരാണ് അവിടെ ഒരുമിച്ച് കൂടിയത്. അതിൽപ്പെട്ട ഒരാളുടെ ഹജ്ജ് മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഞാനായിരിക്കുമോ, അത് ഈ മാലിക് ഇബ്നു ദീനാർ ആയിരിക്കുമോ എന്നുള്ള പേടിയിൽ ബഹുമാനപ്പെട്ടവർ കരഞ്ഞുകൊണ്ട് അവിടെ ഉറങ്ങുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസമായി. രണ്ടാമത്തെ ദിവസവും ഇതേ അശരീരി കേൾക്കുകയാണ്. അവിടെ മതാഫിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ ഒരാളുടെ ഹജ്ജ് മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ആ ഒരാൾ നിങ്ങളല്ല, അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട എന്ന് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, പിന്നെ ആരുടെ ഹജ്ജാണ് അല്ലാഹു സ്വീകരിക്കാത്തത്?
ആരുടെ ഹജ്ജാണ് അള്ളാഹു സ്വീകരിക്കാത്തതെന്ന് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുമ്പോൾ ആ അശരീരി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, അത് ഖുറാസാനിൽ നിന്നും വന്ന ഒരു ഹാജിയുടെ ഹജ്ജാണ്. ഖുറാസാനിൽ വന്ന ഒരു മനുഷ്യന്റെ ഹജ്ജാണ് അള്ളാഹു സ്വീകരിക്കാത്തത്. ഖുറാസാനിൽ നിന്ന് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്, അവിടെ നിന്ന് വന്ന ആരുടെ ഹജ്ജാണ് അള്ളാഹു സ്വീകരിക്കാത്തതെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അത് മുഹമ്മദ് ഇബ്നു ഹാറൂനുൽ ബൽഖി. അഡ്രസ് സഹിതം അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മുഹമ്മദ് ഇബ്നു ഹാറൂനുൽ ബൽഖി എന്ന് പറയപ്പെടുന്ന മനുഷ്യന്റെ ഹജ്ജാണ് അല്ലാഹു സ്വീകരിക്കാത്തത്. അങ്ങനെ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. ഖുറാസാനിൽ നിന്ന് വന്ന ഹാജിമാരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി അവരോട് ചോദിച്ചു, മുഹമ്മദ് ഇബ്നു ഹാറൂനുൽ ബൽഖി എന്ന മനുഷ്യനെ നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അദ്ദേഹം വലിയൊരു മഹാനാണ്, ധാരാളം വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഹജ്ജുകൾ ചെയ്യുന്ന മഹാനാണ്, തഹജ്ജുദ് നിസ്കാരങ്ങൾ പതിവാക്കിയ മനുഷ്യനാണ്, നിസ്കാരങ്ങൾ ഒരു അണുവിട പോലും തെറ്റാത്ത മനുഷ്യനാണ്, ധാരാളമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് എന്ന് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഖുറാസാനിൽ നിന്ന് വന്ന ഹാജിമാരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് ആകെ അത്ഭുതമായി. അത്രത്തോളം നല്ല ഒരു മനുഷ്യന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റെന്തായിരിക്കും എന്നുള്ള ചിന്തയിലാണ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നുപോയത്. അങ്ങനെ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു ഹാറൂനുൽ ബൽഖി എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യന്റെ ആ മഹാന്റെ അരികത്തേക്ക് ഇങ്ങനെ കടന്നുപോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? വരുന്ന മനുഷ്യനോട് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ മാലിക് ഇബ്നു ദീനാറാണ്, ഞാൻ ഒരു വിഷയം പറയാനാണ് വന്നത്. പക്ഷെ നിങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ നിങ്ങൾ വലിയ മഹാനാണ്, ധാരാളമായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളാണ്, നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോക്കുന്ന ആളാണ്, സൽക്കർമ്മങ്ങൾ സ്ഥിരമായി കൃത്യമായി നിർവഹിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എനിക്ക് വിഷമമുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് ഇബ്നു ഹാറൂനുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാൻ മടിക്കുന്നത്? നിങ്ങൾ എന്നോട് പറയണേ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഹജ്ജുണ്ടല്ലോ, ഇവിടെ മതാഫിൽ ഒരുമിച്ച് കൂടിയ ലക്ഷോപലക്ഷം ഹാജിമാരുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹജ്ജ് മാത്രം അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ഒരു മനുഷ്യന്റെ ഹജ്ജ് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു ഹാറൂനുൽ ബൽഖിയോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എൻ്റെ അവസ്ഥ എന്താണെന്നറിയുമോ? ഇന്നും ഇന്നലെയുമല്ല, 40 കൊല്ലത്തോളമായി ഞാൻ ഈ മത്താഫിലുണ്ട്, 40 കൊല്ലത്തോളമായിട്ട് ഞാൻ ഇവിടെ ഹജ്ജ് ചെയ്യുന്നുണ്ട്, തുടർച്ചയായി 40 വർഷത്തോളം ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹാറൂനുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്. പക്ഷേ അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്നറിയുമോ? റമളാൻ മാസത്തിന്റെ അവസാനത്തെ രാവുണ്ടല്ലോ, പെരുന്നാളിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവസാനത്തെ 29ാമത്തെ രാവുണ്ടല്ലോ, ആ രാത്രിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹാറൂനുൽ ബൽഖി എന്ന് പേര് പറയപ്പെടുന്ന ആ മനുഷ്യൻ ഒരു കള്ളു കുടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. കള്ളുകുടിയനായ മനുഷ്യനായിരുന്നു. കള്ളു കുടിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ പുന്നാര ഉമ്മ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹാറൂനുൽ ബൽഖിയോട് ചോദിച്ചു, നല്ല ഒരു രാവല്ലേ എൻ്റെ പൊന്നുമോനെ, നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ഉമ്മാന്റെ ആക്രോശങ്ങൾ കേട്ടപ്പോ, ഉമ്മാന്റെ നന്മയുടെ വാക്കുകൾ കേട്ടപ്പോ എൻ്റെ മനസ്സുണ്ടല്ലോ, എൻ്റെ മസ്താക്കപ്പെട്ട തലയുണ്ടല്ലോ,
ഉണ്ടല്ലോ, അത് ചിന്തിച്ചത് വേറൊരു രൂപത്തിലാണ്. എൻ്റെ ഉമ്മ ആക്രോശിക്കുന്നതായിട്ടാണ് എനിക്ക് കണ്ടത്, എൻ്റെ ഉമ്മ വേവലാതിപ്പെടുന്നതായിട്ടാണ് എനിക്ക് കണ്ടത്, എൻ്റെ ഉമ്മ എന്നോട് ദേഷ്യപ്പെടുന്നതായിട്ടാണ് എനിക്ക് കണ്ടത്. എങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാനെ കണ്ടപ്പോ വളരെ ബേജാറോടുകൂടെ, വളരെ ക്ഷോഭത്തോടുകൂടെ, ദേഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന എൻ്റെ ഉമ്മയെ കണ്ടപ്പോ എനിക്ക് അടക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ദേഷ്യം എനിക്ക് അടക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഉമ്മാനെ ഞാനൊരു ചവിട്ട് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ ഉമ്മാൻ്റെ ദേഹത്തേക്ക് ഞാനൊരു ചവിട്ടുകയാണ്. ഞാൻ എൻ്റെ ഉമ്മാനെ ചവിട്ടിയപ്പോ ഉമ്മ ഇങ്ങനെ തെറിച്ചു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ മസ്താക്കപ്പെട്ട മനസ്സുണ്ടല്ലോ, കുടിയൻ്റെ മനസ്സുണ്ടല്ലോ, അതെന്നെ പ്രവർത്തിപ്പിച്ചില്ല, എന്നെ ചിന്തിക്കാൻ അനുവദിപ്പിച്ചില്ല. അങ്ങനെ എൻ്റെ പെങ്ങൾ കടന്നു വന്നുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ടൊരു റൂമിലേക്ക് ഇങ്ങനെ കടത്തുകയാണ്. എൻ്റെ പെങ്ങൾ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോ, എൻ്റെ കുടിയങ്ങ് കഴിഞ്ഞപ്പോ, എൻ്റെ മസ്തങ്ങ് ഇറങ്ങിയപ്പോ എൻ്റെ പെങ്ങളെ ഞാൻ വിളിച്ചു. പക്ഷേ എൻ്റെ പെങ്ങൾ എൻ്റെ വിളി കേൾക്കുന്നില്ല. എന്നെ സ്നേഹിച്ച എൻ്റെ പെങ്ങളാണ്, എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ പെങ്ങളാണ്. പക്ഷേ എൻ്റെ പെങ്ങൾ എൻ്റെ വിളി കേൾക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ റൂമിൻ്റെ വാതിൽ തുറക്കുന്നില്ല. അങ്ങനെ ഞാൻ വല്ലാതെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ എൻ്റെ പെങ്ങളിങ്ങനെ കടന്നു വരികയാണ്, ദേഷ്യത്തോടെ കടന്നു വരികയാണ്, ക്ഷോഭത്തോടെ കടന്നു വരികയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലാത്ത എൻ്റെ പെങ്ങള് എൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇന്നലെ കാണിച്ചു കൂട്ടിയത്, നിങ്ങൾ എന്ത് കാര്യമാണ് ഇന്നലെ ചെയ്തത് എന്ന് എൻ്റെ പെങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അപ്പോഴാണ് ചിന്തിക്കുന്നത്, ആ സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വരുന്നത്. ഞാൻ എൻ്റെ ഉമ്മാനെ ചവിട്ടിയിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ പൊന്നുമ്മാനെ ചവിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോകുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പെങ്ങളോട് പറഞ്ഞു, എൻ്റെ ഉമ്മാനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ, എൻ്റെ ഉമ്മാനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ഞാൻ എൻ്റെ പെങ്ങളോട് പറഞ്ഞപ്പോ ദേഷ്യപ്പെട്ടുകൊണ്ട് എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയുമോ, നിങ്ങൾ കാണണോ, നിങ്ങൾക്ക് ഉമ്മാനെ കാണണോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പെങ്ങളാ റൂമിൻ്റെ വാതിലങ്ങ് തുറന്നപ്പോ സുബ്ഹാനല്ലാഹ്, എൻ്റെ ഉമ്മാനെ ഞാൻ കണ്ടത് എങ്ങനെയാണെന്നറിയുമോ, ചാരമായിട്ട് എൻ്റെ ഉമ്മ ഇങ്ങനെ കിടക്കുകയാണ്, കത്തിക്കരിഞ്ഞ വെണ്ണൂറായിട്ട് എൻ്റെ ഉമ്മ ഇങ്ങനെ കിടക്കുകയാണ്. വല്ലാത്ത അവസ്ഥയിൽ ഞാനങ്ങനെ കണ്ടപ്പോ എൻ്റെ പെങ്ങൾ എന്നോട് പറയുകയാണ്, നിങ്ങൾ ഇന്നലെ നിങ്ങളെ ഉമ്മാനെ ചവിട്ടിയിട്ടില്ലേ, ആ ഉമ്മ എവിടെയാണെന്നറിയുമോ വീണത്, അടുപ്പിലേക്കാണ് നമ്മുടെ പുന്നാര ഉമ്മ കടന്നു വീണത്. ആ സമയം തന്നെ ഉമ്മ വെന്തു മരിക്കുകയും ചെയ്തു, ചാരമായി പോവുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ 40 വർഷത്തോളമായിട്ട് ഞാൻ അമലുകൾ ചെയ്യുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, സ്വതക്കകൾ കൊടുക്കുന്നുണ്ട്, സക്കാത്തുകൾ കൊടുക്കുന്നുണ്ട്, മറ്റു കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അല്ലാഹു പൊറുത്തു തരുന്നില്ല. അള്ളാന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊട്ടി അടക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹു എന്നോട് ക്ഷോഭിച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റെന്താ, ഞാൻ എൻ്റെ ഉമ്മാനെ വിഷമിപ്പിച്ചില്ലേ, ഞാൻ എൻ്റെ ഉമ്മാനെ കരയിപ്പിച്ചില്ലേ, ഞാൻ എൻ്റെ പുന്നാര ഉമ്മാനെ കൊന്നുകളഞ്ഞില്ലേ എന്ന് മുഹമ്മദ് ഇബ്നു ഹാറൂനുൽ ബൽഖി എന്ന മനുഷ്യൻ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. കഅബത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് എനിക്ക് പൊറുത്തു തരണേ റബ്ബേ. ഉമ്മാനെ ബുദ്ധിമുട്ടിപ്പിച്ചത് കാരണമാണ് 40 വർഷത്തോളം അല്ലാഹു ശോഭിച്ചത്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എൻ്റെ സഹോദരന്മാരെ. നമ്മുടെ വീട്ടിലൊക്കെ ഉമ്മയുണ്ട്, ഉപ്പമാരുണ്ട്. വല്ലാത്ത രീതിയിലൊക്കെ വിഷമത്തോടുകൂടെ ജീവിക്കുന്ന ധാരാളം ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ചാലുണ്ടാകുന്ന, പ്രയാസപ്പെടുത്തിയാലുണ്ടാകുന്ന അവസ്ഥകളാണ് ഈ ചരിത്രങ്ങളിലൂടെ നമുക്കൊക്കെ കാണാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ഇദ്ദേഹത്തിനക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തപ്പോൾ, അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്തപ്പോൾ, ആ സമയത്താണ്
അതുകൊണ്ടാണ് അള്ളാഹു ഈ മനുഷ്യന് മുഹമ്മദ് ബിൻ ഹാറൂനുൽ ബൽഖി എന്ന് പറയപ്പെടുന്ന മനുഷ്യന് അള്ളാഹു പൊറുത്തു കൊടുത്തത് എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ എത്രയോ ചരിത്രങ്ങൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അവസ്ഥകളും ചരിത്രങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഉമ്മമാരെ വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ, നമ്മൾ കാരണമായിട്ട് നമ്മുടെ ഉമ്മമാർക്കോ ഉപ്പമാർക്കോ ബേജാറ് വരാൻ പാടില്ല, സങ്കടം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം അവരോടുള്ള നമ്മുടെ സമീപനം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇല്ലേ? വെറുതെ ഇങ്ങനെ ഒച്ചെടുത്തിട്ട് പറഞ്ഞിട്ട് അവസാനം നിങ്ങളൊന്നും ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ അതൊരു ഉപകാരമില്ലാത്ത കാര്യമായിട്ട് പോകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് മറ്റുള്ള ധാരാളം സദസ്സുകളിലൂടെയായിട്ടും മറ്റുള്ള കാര്യങ്ങളിലൂടെയായിട്ടും നമ്മളൊക്കെ കേട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നേരെ വിപരീതം, അഥവാ മാതാപിതാക്കൾക്കും മക്കളോടുള്ള ബന്ധങ്ങളും കടപ്പാടുകളും, ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന കാര്യമാണ്, ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ധാരാളം കടപ്പാടുകളുണ്ട് മാതാപിതാക്കൾക്കും മക്കളോടുള്ള കടപ്പാടുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ സ്വഹാബത്ത് മുതൽ പണ്ഡിതന്മാർ വരെ നമുക്ക് ധാരാളമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലേ നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ നന്മയുടെ പാതയിൽ ആ മക്കളൊക്കെ പോവുകയുള്ളൂ എന്ന് ചരിത്രങ്ങളിലൂടെ മറ്റുള്ള സംഭവങ്ങളിലൂടെ നമുക്കൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിൻ്റെ ഖലീഫയായ വീരനായ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. ആ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ തങ്ങളോട് പറയുന്നു, ഓ അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മകൻ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, എൻ്റെ മകൻ എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, എൻ്റെ മകൻ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല, എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ എന്ന് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്ന് പറയുകയാണ് ആ മനുഷ്യൻ. ഈ സംഭവങ്ങൾ പറയുമ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ സാധാരണ ഉസ്താദുമാരോടൊക്കെ ഇങ്ങനെ പോയിട്ട് പറയും, ഉസ്താദ് എൻ്റെ മോന് തീരെ പറഞ്ഞാൽ കേൾക്കുന്നില്ല, വെറും കുത്തക്കടാണ്, മന്ദബുദ്ധിയാണ്, മനസ്സിലാവാത്തവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മുടെ മക്കളെ പറ്റി കുറേ കുറ്റങ്ങളും ഇങ്ങനെ ഉസ്താദുമാരോടും തങ്ങളടുത്തൊക്കെ വന്നുകൊണ്ട് തങ്ങളെ ഒന്ന് മന്ത്രിച്ചു തരണം, തങ്ങളെ എൻ്റെ മോന് സുഖമില്ല, എൻ്റെ മോന് പഠിക്കാനൊന്നും ഉഷാറില്ല, വെറും ബഗടനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ മക്കളെ പറ്റി ഇങ്ങനെ കുറ്റങ്ങൾ പറയും. ഒരിക്കൽ പോലും ആ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കൽ പോലും മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കുക, നിങ്ങളുടെ മക്കൾ നന്മയുടെ പാതയിലൂടെ ഇങ്ങനെ പോകണമെങ്കിൽ, നല്ല രീതിയിലുള്ള വിജയത്തിൻ്റെ പാതയിലേക്ക് അവരൊക്കെ കടന്നു പോകണമെങ്കിൽ നിങ്ങളാണ് ആദ്യം പരിശ്രമിക്കേണ്ടത്. നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ആ ഒരു വിജയം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നല്ല പോലെ നിങ്ങളൊക്കെ നന്മയോടെ പ്രവർത്തിക്കണം. ആ മക്കളോടുള്ള കടപ്പാടുകളൊക്കെ ചെയ്ത് വീട്ടണം, എന്നാലേ ആ മക്കളെ വിജയിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കൽ പോലും കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് രക്ഷിതാക്കൾ ഒരിക്കൽ പോലും ഇട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം അവരുടെ ആ പിഞ്ചു മനസ്സ്, ആ ഒരു മൈൻഡ് അതങ്ങനെ റെക്കോർഡാക്കി വെക്കുന്നതാണ്. അവർ പറയുന്ന, രക്ഷിതാക്കൾ പറയുന്ന, എൻ്റെ ഉപ്പ എന്നെ പറ്റി ചിന്തിക്കുന്നത് ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ആ പിഞ്ചു മനസ്സിങ്ങനെ മനസ്സിലാക്കി വെക്കും. അതുപോലെ ആയിരിക്കും അവൻ്റെ പിന്നീടുള്ള ജീവിതവും എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും ശാസ്ത്രവും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കളെ ശ്രദ്ധിക്കുമ്പോൾ മദ്രസകളൊക്കെ ഇനി തുറക്കാനായി, സ്കൂളുകളൊക്കെ ഏകദേശം തുറക്കാനുള്ള സമയങ്ങളൊക്കെ ആയിക്കൊണ്ട് വരികയാണ്. ഈ സമയത്തൊക്കെ നല്ല പോലെ മക്കളെയൊക്കെ നന്മയുടെ പാതയിലൂടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല പോലെ നിങ്ങൾ അവരെയൊക്കെ പഠിപ്പിക്കുക, പ്രവർത്തിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അങ്ങനെ ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്നുകൊണ്ട് പറയുന്നു, എൻ്റെ മകൻ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, എൻ്റെ മകൻ എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, ഞാൻ പറഞ്ഞത് എൻ്റെ മകൻ കേൾക്കുന്നില്ല എന്ന് ഈ മനുഷ്യൻ വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിളിച്ചു വരുത്തുകയാണ്. ആ കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് ആ കുട്ടിയോട് ചോദിക്കുന്നു, യാ ഗുലാം അമാ തഖാഫല്ലാഹ ഫീ ഉഖൂഖിൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് ചോദിക്കുകയാണ്.
മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുമ്പോ, മാതാപിതാക്കളെ പ്രയാസത്തിന്റെ അവസ്ഥകളിലേക്ക് നിങ്ങൾ ഇങ്ങനെ കടത്തിവിടുമ്പോ നിങ്ങൾ അല്ലാഹനെ പേടിക്കുന്നില്ലേ എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് ചോദിച്ചത്. ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ? നമ്മളോടാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അമാ തഖാഫുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ പേടിക്കുന്നില്ലേ? ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, നീ അല്ലാഹനെ പേടിക്കുന്നില്ലേ? മാതാപിതാക്കളോട് ചെയ്യേണ്ട കടപ്പാടുകൾ ഇന്നതൊക്കെയാണ്. ഇന്ന കടപ്പാടുകൾ, ഇന്ന കടമകൾ നീ നിന്റെ ഉമ്മയോടും ഉപ്പയോടും പ്രവർത്തിക്കേണ്ട കാര്യമാണ്, അവരോട് നീ ചെയ്തു തീർക്കേണ്ട കാര്യമാണ് എന്ന് ആ കുട്ടിയോട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ കുട്ടി തിരിച്ചു ചോദിക്കുന്നു, അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബീ. ആ കുട്ടി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഓ അമീറുൽ മുഅ്മിനീൻ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷേ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോട് കടപ്പാടുകളില്ലേ? മക്കളോട് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ? അതെനിക്കൊന്ന് പറഞ്ഞു തരണം. എൻ്റെ ഉപ്പ അതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കണമെന്ന് ഈ പിഞ്ചുകുട്ടി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, ഉണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്നിട്ട് 3 കാര്യങ്ങൾ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അയ്യന്തഖിയ ഉമ്മഹു, ഉമ്മാനെ നല്ല ഉമ്മയാക്കണം എന്നാണ്. നല്ല ഉമ്മാനെ തിരഞ്ഞെടുക്കണം. അഥവാ കല്യാണം കഴിക്കുമ്പോഴേ തിരഞ്ഞെടുക്കണം, നല്ല പെണ്ണാണോ, ദീനി ചിട്ടയിൽ കടന്നു വരുന്ന പെണ്ണാണോ, ദീനിൻ്റെ കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന പെണ്ണാണോ എന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കണം, ചിന്തിക്കണമെന്ന് ഈ ഒരു സംഭവത്തിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്. അള്ളാഹുവിൽ നിന്നും നബിതങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ പഠിച്ച കാര്യങ്ങളാണ്. ഒരിക്കൽ പോലും നബിതങ്ങൾ കളവ് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയുള്ള റസൂലുള്ളാഹിന്റെ വാചകങ്ങളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളൊക്കെ ഇങ്ങനെയുള്ള വചനങ്ങളായിക്കൊണ്ട് നമുക്കൊക്കെ പഠിപ്പിച്ചു തന്നത്. ആ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കളെയൊക്കെ കെട്ടിച്ചയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ള ആളെ തിരഞ്ഞെടുക്കണമെന്നും. ദീനുള്ള ആളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് ആണിനെ നോക്കുമ്പോഴായാലും പെണ്ണിനെ നോക്കുമ്പോഴായാലും ആ ആണ് ദീനുള്ള ആണാണോ, പെണ്ണ് ദീനുള്ള പെണ്ണാണോ എന്ന് ശ്രദ്ധിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം. എന്നിട്ടേ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട നബിതങ്ങളിലൂടെ പണ്ഡിതന്മാരൊക്കെ നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ വളരെ വളരെ കൃത്യമായി ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ പണവും അതേപോലെ പത്രാസും അതേപോലെ സൗന്ദര്യവും ഇത് മാത്രം നോക്കി കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ നാടുകളിൽ വാർത്തകളിലൊക്കെ കണ്ട ഒരു കാര്യമുണ്ട്. ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഗൾഫിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. അത് ആത്മഹത്യയാണ് എന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് കൊലപാതകമാണ് എന്ന് പറഞ്ഞു. അതൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. മക്കളെ നന്മയിലൂടെ പ്രവർത്തിപ്പിക്കണം. മക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ദീനിൻ്റെ ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് ദീനിനാണ്. ദീനിന് ഒരിക്കൽ പോലും മുൻഗണന കൊടുത്തിട്ടില്ലെങ്കിൽ, പണം കണ്ടുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ, സൗന്ദര്യം കണ്ടുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ദീനുള്ള മനുഷ്യനാണോ, ഇനി സൗന്ദര്യമില്ല, പണമില്ല, വല്ലാത്ത പ്രയാസത്തിലാണ് ജീവിക്കുന്നത്, എന്നാലും അവൻ്റെ മനസ്സിൽ ദീനുണ്ടോ, ദീനിയായ മനുഷ്യനാണോ, എന്നാൽ ഏത് പ്രയാസം കടന്നു വന്നാലും, ഏത് വിഷമങ്ങൾ കടന്നു വന്നാലും അവൻ ആ പെണ്ണിനെ നല്ല സൗന്ദര്യത്തോടുകൂടെ തന്നെ ഉഷാറായിക്കൊണ്ട് തന്നെ ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ അവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരന്മാരെ, രക്ഷിതാക്കളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പലതരത്തിലുള്ള ആലോചന
ആലോചനകൾ നടത്തിയിട്ട് ദീനിന്റെ മനുഷ്യനാണ്, ഇസ്ലാമിന്റെ മനുഷ്യനാണ്, ഒരു ക്രിമിനൽ കേസുകളിലും പെടാത്ത ആൾക്കാരാണ്, അതേപോലെ കള്ളും കഞ്ചാവും ഒക്കെ ആ രീതിയിലുള്ള മന്ത്രവാദങ്ങളിലൂടെയൊന്നും ഒരിക്കൽ പോലും പോകാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയിട്ടാണ് കല്യാണങ്ങൾ നടത്തേണ്ടത് എന്ന് പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പോലെ ദീനിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവരും ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ മജ്‌ലിസുന്നൂറിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാതാപിതാക്കളുമായിട്ട് കടപ്പാടുണ്ട്, മക്കൾക്ക് കടപ്പാടുണ്ട്, അതേപോലെ ഇങ്ങോട്ടേക്കും കടപ്പാടുണ്ട്. അതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യമായി കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അയ്യന്തഖിയ ഉമ്മഹു, നല്ല ഉമ്മാനെ തിരഞ്ഞെടുക്കണം, ഉമ്മ നല്ലതാവണം. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മ മജൂസിയായിരുന്നു, അഥവാ സൂര്യനെ ആരാധിക്കുന്ന ആളായിരുന്നു. എൻ്റെ ഉപ്പ ഒന്നാമത്തെ കടമ തെറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ കാര്യമായി കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വയുഹ്സിന ഇസ്മഹു, ഇസ്മ നന്നാക്കണം, നല്ല പേരാണ് ഇടേണ്ടത്. ഇപ്പം പല പേരുകളും ചോദിച്ചുകൊണ്ട് പല ആൾക്കാർ ഉസ്താദിൻ്റെ അടുത്തേക്ക് വരും. ഉസ്താദെ ഇന്ന പേര്, ഇങ്ങനെയുള്ള പേരുകൾ, ഇതോ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം ഉസ്താദെ എന്നാ വരിക. പണ്ടൊക്കെ അഥവാ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഉസ്താദിനോട് ചോദിച്ചിട്ട് ഉസ്താദെ നല്ല പേര് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഉസ്താദ് പറയുന്ന പേരുകൾ ഇടാറായിരുന്നു പതിവ്. പക്ഷെ ഇന്ന് തെറ്റി. ഇന്ന് പേരുകൾ കണ്ടുവെക്കും. അത് അറബി ഭാഷയാണോ ഏത് ഭാഷയാണോ അഥവാ ഭാഷയിലുള്ള അർത്ഥമുള്ള പേരാണോ എന്നൊന്നും തന്നെ ചിലപ്പോൾ ഉസ്താദുമാർക്ക് പോലും പിടികിട്ടൂല. അങ്ങനെയുള്ള പലതരത്തിലുള്ള പേരുകളാണ് ഇന്ന് ഉസ്താദുമാരുടെ അടുത്തേക്ക് ചോദിച്ചു കൊണ്ടുവരുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസ നോക്കാൻ വന്നൊരു സഹോദരി, നമ്മുടെ ജമാഅത്തിൽപ്പെട്ട, അൽഹംദുലില്ലാഹ് അൽഫൽ ഫമറ, നമ്മുടെ ജമാഅത്തിൽപ്പെട്ട ഒരു സഹോദരി, നമ്മുടെ മരിച്ചുപോയ മുൻ പ്രസിഡന്റ് മഹ്മൂദ് ഹാജിക്കാടെ മോളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനേക്ക് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലാക്കി കൊടുക്കട്ടെ. ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ ഒരു സഹോദരി നമ്മുടെ മദ്രസയിലേക്ക് ചെറിയൊരു പൊന്ന് സ്വർണം നമ്മുടെ മദ്രസയുടെ പ്രവർത്തനങ്ങളിലേക്ക് മറ്റുള്ള ഭാവി പരിപാടികളിലേക്ക് സംഭാവനയായിട്ട് തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഞാനിവിടെ വയലുകൊണ്ട് വയലിൻ്റെ പരിപാടി ഉണ്ടെന്ന് തന്നെ പറയുമ്പോൾ പല രീതിയിലുള്ള ചെലവുകൾ നമ്മുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരും. പല രീതിയിലുള്ള ചെലവുകൾ കടന്നു വരാനുണ്ട്. അതിൻ്റെയൊക്കെ മറപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലെയുള്ള സംഭാവനകൾ നമുക്ക് കിട്ടിയാലേ നമ്മളൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരിയുടെ ഉദ്ദേശം ഹാസിലാക്കി കൊടുക്കട്ടെ. ആ സഹോദരി ഇതുവരെ ചെയ്ത എല്ലാ സർഗമങ്ങളും, പ്രത്യേകിച്ച് ഈ ഒരു സദഖ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഇതിൻ്റെ പ്രതിഫലത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരിയിൽ നിന്ന് മരണപ്പെട്ടു പോയ കുടുംബങ്ങളിലേക്ക്, അങ്ങനെയുള്ള മരണപ്പെട്ടു പോയ ആൾക്കാരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു ആ സഹോദരിക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇനിയും ഇതേപോലെയുള്ള ധാരാളം സ്വതക്കകൾ നൽകാനും അവർക്കും നമുക്കും നമ്മളിൽ നിന്നുള്ള എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ കാര്യമായി കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പേര് നന്നാക്കണമെന്നാണ്. പേരുകൾ നല്ല പേരാണ് ഇടേണ്ടത്. അബ്ദുള്ള, അബൂബക്കർ, അതേപോലെ അബ്ദുറഹ്മാൻ തുടങ്ങിയതായ നല്ല നല്ല പേരുകൾ അതിൻ്റെ തുടക്കത്തോടെ ഇട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബദരീങ്ങളുടെ പേരുണ്ട്. അതേപോലെ നല്ല നല്ല അർത്ഥങ്ങളുള്ള ഉറുദു പേരുകളായാലും അറബി പേരുകളായാലും അങ്ങനെ നല്ല നല്ല എത്രയോ പേരുകളുണ്ട്. അങ്ങനെയുള്ള പേരുകളാണ് ഇടേണ്ടത്. അങ്ങനെയുള്ള നല്ല പേരുകൾ നിങ്ങളുടെ മക്കൾക്കിടുക. എന്നാൽ നിങ്ങളുടെ മക്കൾ നന്നാകുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ എവിടെന്നെങ്കിലും കേട്ടുകൊണ്ട് പല രീതിയിൽ പല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ട് അതിൻ്റെ ഒരക്ഷരം ഇതിൻ്റെ ഒരക്ഷരം കൂട്ടിക്കൊണ്ടുണ്ടാക്കുന്ന പല രീതിയിലുള്ള വെറുപ്പിക്കുന്ന പേരുകൾ ഇടുന്ന അവസ്ഥകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല പേരുകൾ ഇടാൻ വേണ്ടി ഇനിയുള്ള സമയങ്ങളിൽ ശ്രമിക്കണമെന്ന് എൻ്റെ ഉമ്മമാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യമായി കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വയുഅല്ലിമഹുൽ കിതാബ്,
കിതാബ് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. കിതാബ് പഠിപ്പിച്ചു കൊടുക്കണം. നല്ല രീതിയിലുള്ള ഖുർആനുകളും മറ്റുള്ള കിതാബുകളും ഉണ്ടല്ലോ, ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, ദീനിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മക്കൾ നാശത്തിലേക്കാണ്. ദീനിനെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നല്ല പോലെ അള്ളാഹിനെ പറ്റിയിട്ടും അള്ളാഹിന്റെ റസൂലിനെ പറ്റിയിട്ടും പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ നിർബന്ധമായ ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത്. നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ കിതാബുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആദ്യമായിട്ട് മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നബി തങ്ങളെ പറ്റിയിട്ടാണ്. നബി തങ്ങളെ പറ്റിയിട്ടാണ്, അള്ളാഹിനെ പറ്റിയിട്ടാണ്, അള്ളാഹിന്റെ ദീനിനെ പറ്റിയിട്ടാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, അതിനെ പഠിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടില്ലെങ്കിൽ, മദ്രസ പ്രസ്ഥാനങ്ങളെ, മദ്രസയിലുള്ള ഇൽമുകളെ, അവിടെ പോയി കൊണ്ട് പഠിക്കുന്ന പഠിത്തങ്ങളെ 2ാം നമ്പറായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്ന് ഒരാളും തന്നെ പറയുന്നില്ല. അതിഷ്ടം പോലെ പഠിപ്പിച്ചു കൊടുത്തോ, നല്ല രീതിയിൽ അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോ. പക്ഷേ മദ്രസ പ്രസ്ഥാനത്തെ തള്ളുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൂടാ. മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഇൽമുകളെ 2ാം നമ്പറായിട്ട് കാണുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ല. 7ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ എൻ്റെ മോള് വലുതായി, ഇനി എന്തിനാണ് മദ്രസയിലേക്ക് അയക്കുന്നത് എന്നുള്ള ചിന്തയോടെ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. അവർക്ക് കിട്ടുന്ന ഇൽമുകൾ അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഇൽമുകളാണ്. അവർ മരണപ്പെടുന്നത് വരെ കൊണ്ട് നടക്കാനുള്ള ഇൽമുകളാണ് മദ്രസകളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന സൗന്ദര്യപൂർണമായ ഈ മദ്രസകളുണ്ടല്ലോ, ഇങ്ങനെയുള്ള എത്രയോ ധാരാളം 10,000-കണക്കിന് മദ്രസകൾ ഇന്ന് ഈ കേരളത്തിലുണ്ട്. അവിടെ വെച്ചുകൊണ്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അള്ളാന്റെ ഇൽമുകളാണ്, അള്ളാന്റെ ഇൽമാണ്, നബി തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതിനേക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അതൊരു സംസ്കാരമാണ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട സംസ്കാരമാണ്. ആ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മുടെ മക്കൾ നാശത്തിലാണ്. നാളെ നമ്മുടെ മക്കൾ നരകത്തിലേക്ക് കടന്നു പോകുമ്പോ നല്ല കാര്യങ്ങൾ ചെയ്യാതെ ഇന്നതുപോലെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയാത്ത മക്കള്, ഖുർആൻ ഓതാൻ അറിയാത്ത മക്കള്, വുളൂ ചെയ്യാൻ അറിയാത്ത മക്കള്, ഖുർആൻ തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയാത്ത മക്കള്, അങ്ങനെയുള്ള മക്കളാണ് നിങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ നാളെ നിങ്ങളുടെ മക്കള് ആഖിറത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുമത്രേ, അല്ലാ, ഞാൻ ഈ നരകത്തിലേക്ക് എത്താൻ കാരണം, ഈ ബുദ്ധിമുട്ടിൽ ഞാൻ അകപ്പെടാൻ കാരണം എൻ്റെ മാതാപിതാക്കളാണ്. അവരെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ, അവരുടെ നെഞ്ചത്ത് കയറിയിട്ട് ഞാനൊന്ന് തുള്ളട്ടെ എന്ന് നമ്മുടെ മക്കൾ അള്ളാഹുവിനോട് വിളിച്ചു പറയുമത്രേ. അതുകൊണ്ട് ഉമ്മമാരെ ശ്രദ്ധിക്കണേ, അള്ളാഹുവിൻ്റെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. സ്കൂളിലേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ നേരത്തെ വിളിച്ചു കൊണ്ടുപോകുന്ന പ്രവണത നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതിന് പറ്റിയ സ്കൂളുകളിൽ നമ്മുടെ മക്കളെ ചേർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യം, മദ്രസ തുറക്കുമ്പോൾ പലപ്പോഴായിട്ട് എല്ലാ സമയത്തും എല്ലാ ഉസ്താദന്മാരും കേൾക്കുന്ന കാര്യമാണ്, ഉസ്താദ് എൻ്റെ മോനെ മദ്രസ വിടുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പേ വിടണം, അവർക്ക് സ്കൂൾ ബസ് വരുന്നുണ്ട്, മറ്റുള്ള സ്കൂളിലേക്ക് പോകാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം വിളിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. നമ്മുടെ മദ്രസൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ 4 ഉസ്താദുമാരാണുള്ളത്. ഈ 4 ഉസ്താദുമാർ ചേർന്നുകൊണ്ട് രാവിലെ ഉണ്ടാകുന്ന ആ 2.5 മണിക്കൂർ ക്ലാസ് ഒരു ഉസ്താദിന് 3 ക്ലാസ്സുകൾ വീതം കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള ഉസ്താദുമാർക്ക് 2 ക്ലാസ്സുകൾ. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ മക്കൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്ന സമയങ്ങൾ ചുരുക്കമാണ്. ചെറിയ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ മാത്രമേ നമ്മൾക്ക് മക്കൾക്ക് ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉസ്താദുമാർക്ക് സാധിക്കുകയുള്ളൂ. ആ സമയത്ത് പോലും മക്കളെ മദ്രസയിൽ നിൽക്കാൻ അനുവദിക്കാതെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ ചെയ്തു കഴിഞ്ഞാൽ രക്ഷിതാക്കളെ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പറ്റിയ സ്കൂളുകളിൽ കുട്ടികളെ ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ സ്കൂളിന് പറ്റിയ സ്കൂളുകളുടെ രക്ഷകർത്താക്കളോട്, സ്കൂളുകളുടെ PTA ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനു വേണ്ട പ്രവർത്തനങ്ങളൊക്കെ സുതാര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും കൂടി വിനയത്തോടെ ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക. മക്കളെ പോയി
പോറ്റുമ്പോൾ നല്ല രീതിയിൽ തന്നെ പോറ്റുക. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും ദീനിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. ദീന് മുഖ്യമായിട്ട് കണക്കിലാക്കണം. ദീനില്ലെങ്കിൽ അവർ നാശത്തിലേക്കായിരിക്കും പോവുക. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ധാരാളമായിട്ട് നിങ്ങൾ കേട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മക്കൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാട് നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അഥവാ എൻ്റെ ഉപ്പ ചോദിച്ച് അപ്പം തന്നെ മേടിച്ചു തരും, ഞാനൊരാഗ്രഹം പറഞ്ഞ് അപ്പം തന്നെ തീർത്തു തരും, അപ്പം തന്നെ ആഗ്രഹം സാധിപ്പിച്ചു തരും എന്ന് ഒരിക്കൽ പോലും നിങ്ങളുടെ മക്കൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി പാടില്ല. അവരെ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നീട് അവർക്ക് സന്തോഷിപ്പിക്കുന്ന രീതിയായിരിക്കണം രക്ഷിതാക്കളിൽ നിന്നുണ്ടാവേണ്ടത്. അതേപോലെ അവരെ ഈ ഓൺലൈനിൻ്റെ ഭാഗത്ത് മാത്രം ഇരുത്തിപ്പിക്കുന്ന ഒരവസ്ഥ, മൊബൈൽ കൊടുത്തുകൊണ്ട് എൻ്റെ മക്കൾ പുറത്തൊന്നും പോകുന്നില്ല, ഇങ്ങനെ കളിച്ച് തിരിച്ച് രസിക്കുന്നൊന്നുമില്ല, ചീത്ത കുട്ടികളൊപ്പം നടക്കുന്നൊന്നുമില്ല, എൻ്റെ മോൻ എപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയാണ്, മൊബൈലിലാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരവസ്ഥ ഒരിക്കൽ പോലും നിങ്ങളുടെ മക്കളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നീട് അവർക്ക് ഈ മൊബൈലുകൾ കിട്ടാതെ വരുമ്പോൾ അവർ പറയുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിപ്പിച്ച് കൊടുക്കാതെ വരുമ്പോൾ അവരുടെ മനസ്സുകളിൽ നിന്ന് ആ നല്ല ചിന്ത മാറിക്കൊണ്ട് ചീത്തയായ രീതിയിലേക്ക് അവരുടെ കൽബുകളും മനസ്സുകളും പോകുമെന്ന് ശാസ്ത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മക്കളെയൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മൊബൈലിൻ്റെ ഉപയോഗങ്ങളൊക്കെ ടാബിൻ്റെ ഉപയോഗങ്ങളൊക്കെ വളരെ കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നല്ല പോലെ ആ മക്കളെയൊക്കെ വളർത്തണമെന്നും കൂടി വിനയത്തോടെ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഉപസംഹരിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. നല്ല സമയങ്ങൾ നല്ല ദിവസങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി, ഇനിയും കുറേ ദിവസങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. ആ സമയങ്ങളിലൊക്കെ വിനീതനായ ഈ ഉള്ളവനെയും കൂടി നിങ്ങളെയൊക്കെ നല്ല ദുആകളിൽ ഉൾപ്പെടുത്തണമെന്നും കൂടി വിനയത്തോടെ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്നേഹിച്ച പറയുന്നത്, നമ്മുടെ മദ്രസ നല്ല സുന്ദരമായിട്ട് ഇവിടെ കിടക്കുകയാണ്. അൽഹംദുലില്ലാ. നമുക്കൊക്കെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. വരുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഞാൻ ഒരു കൊല്ലത്തോളം കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്, ഇപ്പോൾ 1 മാസമായി. അപ്പോൾ ആ വരുന്ന സമയത്തും അഥവാ മുൻപൊക്കെ ഞാൻ ഇവിടെ 2 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്, ആ സമയത്തൊന്നും കാണാത്തൊരു സന്തോഷം ഇന്ന് നമ്മുടെ മദ്രസനെ കാണുമ്പോൾ സന്തോഷം, നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം, അതറിയാതെ തന്നെ ഇങ്ങനെ സന്തോഷം വരികയാണ്. അത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചത് നമ്മുടെ ഈ കമ്മിറ്റിക്കാരാണ്. ഇവരൊക്കെ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു. നോമ്പിൻ്റെ സമയത്ത് പോലും ദാഹങ്ങൾ സഹിച്ചുകൊണ്ട്, ചൂടുകൾ സഹിച്ചുകൊണ്ട്, വളരെ രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെയൊക്കെ പണിയെടുത്തു. ധാരാളം പണികളും നോമ്പിൻ്റെ സമയത്താണ് ഒക്കെ നടന്നത്. നമ്മുടെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ട്രഷറർ ആയാലും ജോയിന്റ് സെക്രട്ടറിമാരായാലും വൈസ് പ്രസിഡന്റുമാരായാലും കമ്മിറ്റി മെമ്പർമാരായാലും അങ്ങനെ എല്ലാവരും, അതേപോലെ നമ്മുടെ ജമാഅത്തിൽ പെടാത്ത ആൾക്കാർ വരെ, ഞാൻ പേരൊന്നും അങ്ങനെ എടുത്തുകൊണ്ട് ആരെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല, നമ്മുടെ ചെറുപ്പക്കാരായ സഹോദരന്മാർ, എത്രയോ സഹോദരന്മാർ, ഈ സ്വാഗത സംഘത്തിൻ്റെ പ്രവർത്തകന്മാർ, അതിനൊക്കെ ആഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ആൾക്കാരാണ്. ഇവരൊക്കെ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇൽമിൻ്റെ വഴിയിലേക്കാണ്. ഇൽമിൻ്റെ വഴിയിലേക്കുള്ള, ഇൽമിനെ പഠിപ്പിക്കാനുള്ള പുരോഗതിയാണ് അവരൊക്കെ ചെയ്തു കാണിച്ചത്. ഇൻഷാ അല്ലാഹ് ഇത് തുടങ്ങിയത് മുതൽ ഇതുവരെയായിട്ട് നമ്മുടെ നാട്ടുകാരായ ഉമ്മമാരും പ്രവാസികളായ ആൾക്കാരും സഹോദരന്മാരും ഒക്കെ ധാരാളം ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ചെറിയൊരു സഹായവും കൂടി നമ്മുടെ ഉമ്മമാരുടെയും അതേപോലെ സഹോദരന്മാരുടെയും ഭാഗത്ത് നിന്നുണ്ടാവണമെന്ന് കമ്മിറ്റിക്കാർ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നേരത്തെ ഒരു സഹോദരി ഒരു സ്വർണം, ചെറിയൊരു സ്വർണ്ണമാണ്, അതൊക്കെ തന്നു. ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ നല്ല ഒരു സദസ്സാണ്, ഇൽമിൻ്റെ സദസ്സാണ്. ഇനി ഇവിടെ മജ്‌ലിസുൻ നൂർ നടത്താനുണ്ട്, ബദരീങ്ങളെ പേര് ഇവിടെ വിളിക്കാനുണ്ട്, ബദരീങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സദസ്സാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്മിറ്റിക്കാർ മുഖാന്തരം, അവിടെ സ്വാഗത സംഘം ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവർ മുഖാന്തരമായിട്ട് ബന്ധപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വതക്കകളൊക്കെ സ്വീകരിക്കട്ടെ. ആരെങ്കിലും അങ്ങനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നല്ല നല്ല പണങ്ങൾ പറഞ്ഞുകൊണ്ടോ, പണം
സ്വർണമായിട്ടോ പൊന്നായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിട്ടോ നമ്മുടെ പരിപാടിയെയും പള്ളിയെയും മദ്രസകളെയും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല സമയമാണ്. ഇൽമിൻ്റെ മജ്ലിസാണ്, സ്വർഗത്തിൻ്റെ പൂന്തോപ്പാണ്. ബഹുമാനപ്പെട്ട ആലിമീങ്ങളും പണ്ഡിതന്മാരും മശായിഖന്മാരും ബദരീങ്ങൾ അടക്കമുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സദസ്സും കൂടിയാണ്. അങ്ങനെയുള്ള സദസ്സുകളിൽ വെച്ചുകൊണ്ട് തന്നു കഴിഞ്ഞാൽ, സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്ത പ്രതിഫലമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിഫലങ്ങൾ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കുക. കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാരോ സഹോദരന്മാരോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കമ്മിറ്റിക്കാരുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ മജ്ലിസിൻ നൂറിന് സമയമായി കഴിഞ്ഞു. നമ്മുടെ തങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും ഇവിടെ നിന്നുകൊണ്ട് മുഷിപ്പിക്കുന്നില്ല. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.